നമസ്കാരം. ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. ഞായറാഴ്ച ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം. സംഘടനാ തലത്തിൽ ശോഭാ സുരേന്ദ്രന് ഉയർന്ന പദവി നൽകുന്ന കാര്യം പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന പതിവ് ആലപ്പുഴയിലും ആവർത്തിച്ചു. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ 17.24% വോട്ട് വിഹിതം ഇത്തവണ 28.3% ഉയർത്തി. 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത്. 50,000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനാണ് ബി.ജെ.പി വോട്ടുകളുടെ എണ്ണം 1,00,000-ന് മുകളിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ നേടിയത്. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആലപ്പുഴയിൽ 63,513 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ.സി. വേണുഗോപാൽ വിജയിച്ചിരുന്നുവെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. 2019-ൽ ബി.ജെ.പി സ്ഥാനാർത്ഥി നേടിയ 1,87,729 വോട്ടിൽ നിന്നാണ് 2,99,648 എത്താൻ ശോഭയ്ക്ക് സാധിച്ചത്. കോൺഗ്രസിന്റെ കെ.സി. വേണുഗോപാൽ 4,04,560 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ CPM-ന്റെ A.M. ആരിഫ് 3,41,047 വോട്ടും നേടി. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ.സി. വേണുഗോപാൽ വന്നതോടെ തന്നെ ആലപ്പുഴയിലെ പ്രചാരണ ചൂട് ശക്തമായിരുന്നു. ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കെ.സിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലുമെത്തി. ഇതിനിടയിൽ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. താൻ 3 ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞായിരുന്നു ശോഭ മത്സരിച്ചത്. സർവേകളിൽ ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചില്ല. സർവേയും എക്സിറ്റ് പോളുമെല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തരായി. ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ 28%-ലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത്. 3 ലക്ഷത്തിന് കുറവുള്ളത് വെറും 4,159 വോട്ട്. അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി.ജെ.പിക്കായി പുതുചരിത്രം രചിച്ചു. ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. അടുത്ത ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യ താനാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ശോഭ ആലപ്പുഴയിലെ മത്സരത്തിലൂടെ. 2019-ൽ ബി.ജെ.പിക്ക് വെറും 16% മാത്രം ഉണ്ടായിരുന്ന ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ 28% വോട്ടുകൾ നേടിയത്. ശോഭാ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഈ 10% വോട്ട് ഉയർച്ച. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ NDA വോട്ട് വീതം കുത്തനെ ഉയർത്താൻ ശോഭയ്ക്കായി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 28.37% വോട്ടുകളാണ് ശോഭ നേടിയിട്ടുള്ളത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി നേടിയത് 17.24% വോട്ടാണെങ്കിൽ ഇത്തവണ 13.13% വോട്ട് അധികമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത്. ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട ബി.ജെ.പിയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ്. കഞ്ഞി മാത്രം കുടിച്ച് അരവയർ നിറയ്ക്കുന്ന കുട്ടിക്കാലം. പ്രാരാബ്ദങ്ങളുടെ പടപൊരുതിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കുട്ടിക്കാലം. അച്ഛൻ മരിച്ചതോടെ 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ദുരിതം പുതിയ തലത്തിലെത്തി. ഇതിനിടയിലും പഠനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലുമെല്ലാം സജീവമായി. ബാലഗോകുലത്തിലൂടെ RSSലെത്തി ബി.ജെ.പിയിലേക്ക്. രാവിലെ കുടിക്കുന്ന 1/2 ഗ്ലാസ് കഞ്ഞിയാണ് ഇന്നും ശോഭയുടെ കരുത്ത്. ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മവിശ്വാസമാണ് ശോഭയുടെ കരുത്ത്. പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം. വടക്കാഞ്ചേരിയിൽ കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ടാണ് ശോഭയുടെ ജനനം. 8-ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. 6 മക്കൾ അമ്മ കല്യാണിയുടെ ചുമതലയായി. പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡൽ. 2014-ലെ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് 2-ാം സ്ഥാനം നേടിയ മികവുമായിട്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലെത്തിയത്. അതും മികച്ച വോട്ടുയർത്തലിലേക്ക് കാര്യങ്ങളെത്തിച്ചു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പും അവഗണിച്ച് കഴക്കൂട്ടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തി. ഒടുവിൽ 2024-ൽ ആലപ്പുഴയിലും.